അടകർ അനിൽ വേളയിൽ ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹം പറഞ്ഞിരുന്നു, ആ ദ്വാരപാലക ശില്പങ്ങൾ അത് സ്വർണം പൊതിഞ്ഞ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു. ചെമ്പ് ആണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നോക്കൂ, ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ആ ഉത്തരവിൽ ഒരുപക്ഷെ അത് ഒരു ലൂപ്പ് ഹോളായിരിക്കാം. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചെമ്പ് അത് സ്വർണം പൂശാനായിട്ട് കൊടുത്തയക്കുന്നു. കട്ടിലപ്പാളി ആവട്ടെ, സ്വർണ്ണപ്പാളി ആവട്ടെ, ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ആവട്ടെ, അത് ആ ചെമ്പാണ്, അത് സ്വർണം പൂശാനാണ് കൊടുത്തയക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എന്ന് ആണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇവിടെ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അതിനെ തടയാനുള്ള ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് മുൻകരുതൽ എടുത്തതായിരിക്കുമോ? നമ്മൾ കഴിഞ്ഞ കുറേയേറെ ദിവസമായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ വിവാദം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ സ്വഭാവം മാറ്റേണ്ട നാളുകളാണ് ഈ വരാൻ പോകുന്നത്. കാരണം ശബരിമലയിലെ മോഷണം നടന്നു എന്നുള്ളത് പൊതുസമൂഹത്തിലെ CPM-ന്റെ നേതാക്കന്മാർ പോലും സമ്മതിച്ചു കഴിഞ്ഞൊരു സാഹചര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഇപ്രകാരമുള്ള അധാർമികമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നതിനെ പറ്റി നമ്മളൊരു അന്വേഷണം നടത്തേണ്ട കാലഘട്ടം കൂടിയാണ്. കാരണം ഇവിടെ ആദ്യം സംസാരിച്ച വ്യക്തിയും രണ്ടാമത് സംസാരിച്ച വ്യക്തിയും കൃത്യമായി പറഞ്ഞൊരു കാര്യം, അവിടെ മോഷണം നടന്നു, ഇത്രമാത്രം സുരക്ഷാ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് മോഷണം നടന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞത് വെറും ബാഹ്യമായ കാര്യം മാത്രമല്ലേ. 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം രൂപീകൃതമായ ദേവസ്വം ബോർഡ് ആ നിയമത്തിന്റെ പഴുതുകൾ എപ്രകാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പഠനം ആരും നടത്തിയിട്ടില്ല. ഒരു മാധ്യമവും അതിന്റെ ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കള്ളന്മാരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവർ ഓരോ വർഷവും കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങളെ പറ്റി പഠിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ട വിഭാഗം ഓഡിറ്റ് വിഭാഗമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥാപനമൊന്നുമല്ല. 1340 സ്ഥാപനങ്ങളുണ്ട്. ഏകദേശം 23 മേജർ ക്ഷേത്രങ്ങളും 1250ഓളം മൈനർ ക്ഷേത്രങ്ങളും കോളേജുകളും സ്കൂളുകളും ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്രമാത്രം ബൃഹത്തായ സംവിധാനത്തിൽ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓഡിറ്റ് ടീമിൽ ആകെ പിയൂൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ എണ്ണം വെറും 35 എന്ന് പറയുമ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരൊറ്റ മാധ്യമം പോലും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല. വെറും 35 ജീവനക്കാരാണ് കേരളത്തിലെ ഈ 1340ഓളം വരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നത്. അതിനകത്തെ ഓഡിറ്റർമാരുടെ എണ്ണം 8. പ്യൂണന്മാരൊക്കെയാണ് 2-3 പേര്. ഒരു 5 വർഷം കൂടുമ്പോൾ പോലും ഒരു ക്ഷേത്രത്തിൽ ഓഡിറ്റ് നടത്താൻ ഈ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് സാധിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ തട്ടിപ്പിന്റെ തുടക്കം. നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഞാൻ ഈ ശബരിമലയിലെ ചെമ്പാണോ സ്വർണമാണോ, തന്ത്രി എന്ത് കൊണ്ടുപോയി, തന്ത്രിയുടെ അനുജ്ഞയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആ ചർച്ചാ വിഷയത്തിനൊന്നും ഇനി പ്രസക്തിയില്ല. വരും നാളുകളിലെങ്കിലും ഹൈന്ദവ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടക്കാതെ ഇരിക്കണം. ഇനിയും ഹിന്ദു ദേവതാ സങ്കല്പങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപമാനം ഉണ്ടാകരുത്. ഇനിയും ഹിന്ദു ധാർമ്മിക സേവന കേന്ദ്രങ്ങളെ ഇത്തരത്തിലുള്ള ഒരു നിരുത്തരവാദപരമായ ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ദേവചൈതന്യത്തെ ഇല്ലാതാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക, ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു ഓർണമെന്റ് അല്ലെങ്കിൽ ഭഗവാന് ഏതെങ്കിലും ഒരു സ്വർണമായിക്കൊള്ളട്ടെ രത്നമായിക്കൊള്ളട്ടെ സമർപ്പിക്കുകയാണ് എങ്കിൽ എന്താണ് ചെയ്യുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് 3A എന്ന് പറയുന്ന ഒരു രസീതുണ്ട്. 3A രസീത് പ്രകാരം മാത്രമേ സ്വർണം ഉൾപ്പെടെയുള്ള ആർട്ടിക്കിളുകൾ ദേവന് വേണ്ടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എത്ര ക്ഷേത്രങ്ങളിൽ 3A രസീത് പ്രകാരമുള്ള ഈ രസീത് കൊടുക്കുന്നുണ്ട്? ഒരൊറ്റ ക്ഷേത്രത്തിൽ പോലും കൊടുക്കുന്നില്ല. കൊടുക്കുന്ന ക്ഷേത്രത്തിൽ എന്താണ് ചെയ്യുന്നത്? തട്ടിപ്പാണ്. ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു സ്വർണ്ണത്താലി സമർപ്പിക്കുകയാണ് 3 ഗ്രാമിൻ്റെതെങ്കിൽ അവിടെ തൂക്കി നോക്കുന്നില്ല. ഞാനെന്ന് പറയുന്ന ഭക്തൻ കൊണ്ട് ഒരു രസീത് എഴുതുമ്പോൾ ഒരു വഴിപാടിന്റെ ഒരു നടവരവ് ഒരു താലി എന്ന് എഴുതി എനിക്ക് രസീത് തരുന്നു, ഞാൻ തൃപ്തനായി തിരികെ പോകുന്നു. ഈ 3 ഗ്രാമിന്റെ താലി സമർപ്പിച്ച ഞാൻ അത് ഭഗവാനെ ഒന്ന് ചാർത്തി കണ്ടതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരികെ പോയി കഴിയുമ്പോൾ അവിടെ വൻ തട്ടിപ്പാണ് നടക്കുന്നത്. അവിടെ 1 മില്ലിഗ്രാമിന്റെ ഒരു താലി അവിടേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള 3 ഗ്രാമിന്റെ ഒറിജിനൽ ആ താലി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ വിറ്റ് പോക്കറ്റിലേക്ക് ആക്കുന്ന അതിദാരുണമായ അധാർമിക പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാഭരണ കമ്മീഷൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ആറന്മുളയിലാണ്.
ഞാനൊരു ആരോപണമല്ല, ഒരു സത്യം തന്നെ പറയട്ടെ. ആറന്മുള ക്ഷേത്രത്തിലുള്ള ഒരു ഭക്തന് ഏകദേശം 464 ഗ്രാം തൂക്കമുള്ള ഒരു സ്വർണ്ണാഭരണം അല്ലെ സ്വർണ്ണാഭരണങ്ങൾ സമർപ്പിക്കുകയുണ്ടായ പാർത്ഥസാരഥിക്ക്. പക്ഷെ ഇന്ന് ആ ഭക്തൻ പറയുന്നു, ഞാൻ സമർപ്പിച്ച ആ സ്വർണ്ണാഭരണങ്ങൾ ആ ക്ഷേത്രത്തിൽ ഇല്ല. അതിനെ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ 3A രസീതുണ്ട്, 346 നമ്പർ 3A രസീത് ബുക്കിലെ 34,516, 34,517 എന്ന് പറയുന്ന ആ രണ്ട് 3A രസീതുകളും കീറിക്കളഞ്ഞിരിക്കുകയാണ്. എത്ര ഗ്രാമിന്റെ സ്വർണമാണ് ആ ഭക്തൻ സമർപ്പിച്ചെന്ന് തെളിയിക്കാൻ സാധിക്കത്തില്ല. ശ്രീ ഹരീന്ദ്രനാഥ് എന്ന് പറയുന്ന വ്യക്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറായിട്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. ശ്രീ സജിമോൻ എന്ന് പറയുന്ന വിജിലൻസിലെ പോലീസ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്തു. ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്ന് ഉറങ്ങുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിധമായ നടപടികളും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. അതിന്റെ ഉത്തരവാദി ആരാണ്? ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ, ദേവസ്വം മന്ത്രിയല്ലേ? നമ്മൾ ഈ ചർച്ചകളിലെ കോൺഗ്രസ് പ്രതിനിധിയും കമ്മ്യൂണിസ്റ്റ് പ്രതിനിധിയും പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി കൂടെ ഈ സാഹചര്യത്തിൽ വിലയിരുത്തണം. ഈ മോഷണം ഞങ്ങളല്ല മോഷ്ടിച്ചത്, നിങ്ങളാണ് മോഷ്ടിച്ചത് എന്നൊക്കെയുള്ള ചർച്ചകളാണ്. ഇതിനകത്ത് സ്റ്റീൽ കള്ളന്മാരായ കോൺഗ്രസ്സുകാരാണ് ചെമ്പ് മോഷ്ടിക്കാൻ CPM-കാരായിട്ടുള്ള ദേവസ്വം ബോർഡിനെ പഠിപ്പിച്ചത്. കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കണം. കേരളത്തിലെ ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരനായിട്ടുള്ള VS ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി കോടിക്കണക്കിന് രൂപയുടെ സ്റ്റീൽ പാത്ര തട്ടിപ്പ് ശബരിമലയിൽ നടത്തിയില്ലെന്ന് താങ്കൾക്ക് മനസാക്ഷിയോടുകൂടി ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. ആ കള്ളം സ്റ്റീൽ മോഷണം കോൺഗ്രസ് നടത്തിയെങ്കിൽ ചെമ്പ് മോഷണവും സ്വർണ്ണ മോഷണവും നടത്തി അതിനേക്കാൾ ഞങ്ങൾ ഒട്ടും മോശമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ CPM. ഇവിടെ ഈ ശബരിമല എന്ന് പറയുന്നത് തപോഭൂമിയാണ്. തപോഭൂമിയിലെ തിരുത്ത് സംഘത്തിനെ നയിക്കുന്ന മീശ മാധവന്മാരാണ് ഈ കോൺഗ്രസിന്റെയും ഈ CPM-ന്റെയും നാളിതുവരെ ഭരിച്ചിട്ടുള്ള എല്ലാ ദേവസ്വം ബോർഡ് അംഗങ്ങളും. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച് നിർത്താം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എപ്പോഴും ഇവർ പറയുന്നൊരു കണക്കുണ്ട്. ഈ ശബരിമല ക്ഷേത്രത്തിലെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധാരണപ്പെട്ട ക്ഷേത്രങ്ങളെ ഞങ്ങൾ നയിക്കുന്നത്. അവരെപ്പോഴും ലാഭനഷ്ടങ്ങളുടെ കേന്ദ്രീകൃതമായ ചർച്ചകൾ പുറത്തേക്ക് കൊണ്ടുവരിക. ശബരിമല ക്ഷേത്രം ലാഭമാണ്, അവിടെ ഞങ്ങൾ കക്കും മോട്ടിക്കും, നിങ്ങൾ ആരാണ് ചോദിക്കാൻ? അവിടുത്തെ കുറെ പണം ഞങ്ങൾ സാധാരണ ക്ഷേത്രങ്ങൾ കൊടുക്കും. ഒരു അനിൽ നമ്പ്യാർ, താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്കല്ല മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ഉള്ളത്. കേരളത്തിലെ സാധാരണ ഗ്രാമങ്ങളിലെ എത്രയോ നല്ല ക്ഷേത്രങ്ങൾ ആ ഗ്രാമത്തിലെ ഭക്തജനങ്ങൾ വ്യക്തമായ രീതിയിൽ നടത്തിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ ബാക്കി 1250ഓളം വരുന്ന ക്ഷേത്രങ്ങളും നഷ്ടത്തിലാണെന്ന് ദേവസ്വം ബോർഡ് പറയുന്നത്? കാരണം ഈ മോഷണത്തിന് ശേഷം ബാക്കി പണമില്ല. ഇവർ മുച്ചൂടും മോഷ്ടിക്കുകയാണ്. ഇത് ദേവന്മാരോട് ചെയ്യുന്ന, ഹൈന്ദവ സങ്കല്പത്തിനോടും ഹൈന്ദവ ധാർമ്മികതയോടും ചെയ്യുന്ന കൊടും ചതിയാണ്. ഇവിടെ മതേതരത്വം നമ്മൾ പ്രസംഗിക്കും. ഇസ്ലാമിക വിശ്വാസികളുടെ ഒരു ആചാരം ഭരിക്കാൻ ഇവർക്കൊക്കില്ല. മുസ്ലിങ്ങളുടേത് ക്രിസ്ത്യാനികളുടേത് ഭരിക്കാൻ സാധിക്കത്തില്ല. ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് ഇപ്രകാരമുള്ള അധാർമികമായ നടപടികളെ കടന്നുകയറ്റം നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തട്ടിപ്പ് നടക്കുമ്പോൾ ഈ 1952 ഉണ്ടാക്കിയ നിയമം നാളിതുവരെ ഒരു അമെന്റ്മെന്റ് നടത്തിക്കൊണ്ട് ഈ നിയമത്തിലെ പഴുതുകൾ അടയ്ക്കാൻ ഇത്രയും കാലം ഭരിച്ച LDF-നോ UDF-നോ സാധിച്ചിട്ടില്ല. അവരുടെ മൗന അനുവാദമാണ്. ഈ നിയമത്തിൽ അക്കാലത്തുണ്ടാക്കിയ പഴുതുകൾ ഇനിയും തുടരണം. അപ്രകാരം തുടർന്നാൽ മാത്രമേ ഞങ്ങൾ നിയമിക്കുന്ന മെമ്പർമാർക്ക് മോഷ്ടിക്കാനൊക്കത്തുള്ളൂ. അതിൽ കൂടെ ഞങ്ങളുടെ പാർട്ടിക്ക് ഫണ്ട് കിട്ടാൻ സാധിക്കത്തുള്ളൂ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയി തുടരണമെന്നുള്ള ആഗ്രഹം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണ് എന്റെ ആവശ്യം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം തുടങ്ങിയ ദേവസ്വങ്ങളിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കൃത്യമായിട്ടൊരു കണക്കെടുക്കണം. ഒരു അപ്രൈസൽ ഉണ്ടാകണം. കാരണം എണ്ണം മാത്രം പോരാ, അളവ് മാത്രം പോരാ, അതിന്റെ ഗുണം കൂടെ. അവിടെ ഇരിക്കുന്ന ചെമ്പാണോ, അവിടെ ഇരിക്കുന്ന വെള്ളിയാണോ, അവിടെ ഇരിക്കുന്ന 1 ഗ്രാമിൽ പതിഞ്ഞ തങ്കമാണോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി സമഗ്രമായ അന്വേഷണം നടത്താൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണം. ഹിന്ദുവിന്റെ മണ്ടയ്ക്കോട്ട് മാത്രം മോഷണം നടത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാക്കി ഈ ദേവസ്വം ബോർഡിനെ മാറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ LDF-നാണ്, ഇവിടുത്തെ UDF-നാണ്, ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനുമാണ്. അവരുടെ ഈ പ്രസംഗം കേട്ടാല് ഈ ചാരിത്ര പ്രസംഗം കൊണ്ടൊന്നും ഈ കേരളത്തിലെ സാധാരണ ഹിന്ദുവിനെ പറ്റിക്കാൻ സാധിക്കില്ല. സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ CPM-ന്റെ പ്രതി അത് മനസ്സിലാക്കണം. നിങ്ങൾ മുച്ചൂട് മോഷ്ടിക്കുകയാണ്, നിങ്ങൾ സ്റ്റീൽ മോഷ്ടിക്കുന്നവരാണ്, ചെമ്പ് മോഷ്ടിക്കുന്നവരാണ്, പെട്രോൾ മോഷ്ടിക്കുന്നവരാണ് ദേവസ്വത്തിന്റെ മകൻ.